ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കയിൽ നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള ജനകീയ തിരച്ചിൽ തുടങ്ങി. ദുരന്തത്തെ അതിജീവിച്ചവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ തെരച്ചിൽ. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലാണ് തെരച്ചിൽ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ടല്ലോ ഈ തെരച്ചിലിന്റെ ഭാഗമായി, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? ഉന്മേഷ് 8 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ ജനകീയ തെരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളെ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മന്ത്രിമാർ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് 6 മണിയോട് കൂടി ഈ തെരച്ചിൽ ആരംഭിക്കും, 11 മണിയോട് കൂടി ഈ തെരച്ചിൽ അവസാനിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരോട് 8 മണി എന്ന് പറഞ്ഞിട്ടുള്ള സമയമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 മണിയോട് കൂടിയിട്ടായിരിക്കും ഇവിടേക്ക് ഈ ആളുകൾ എത്തുകയും ഒപ്പം തന്നെ ഈ ജനകീയ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് വരെ ഈ തെരച്ചിൽ, ജനകീയ തെരച്ചിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നാളെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് മറിച്ച് ഈ പകുതിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപ്പോൾ ഈ 131 പേർക്കായിട്ട് ഈ കാണാതായ ആളുകളുടെ ബന്ധുക്കളെ ഉൾപ്പെടെ ഈ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 190 പേരാണ് ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒപ്പം തന്നെ ഈ നാട്ടിലുള്ള ആളുകളുണ്ട്, കൂടാതെ വിവിധ സേനാ അംഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ തെരച്ചിലിന് നേതൃത്വം നൽകിയ വിവിധ സേനാ അംഗങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, NDRF, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ സംഘത്തിനൊപ്പം ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 8 മണിയോടുകൂടി ഈ ജനകീയ തെരച്ചിൽ ആരംഭിക്കും. പരമാവധി സാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഈ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ 6 സോണുകളായിട്ട് ഈ മേഖല തിരിച്ചിട്ടുണ്ട്. ചൂരൽമല, അതുപോലെ തന്നെ അട്ടമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, അതുപോലെ തന്നെ GVHSS വെള്ളാർമല എന്നിങ്ങനെ 6 സോണുകളായിട്ട് ഇതിനോടകം തന്നെ തിരിച്ചിട്ടുണ്ട്. ഈ 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളെ മന്ത്രിമാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 6 മേഖലകൾ കേന്ദ്രീകരിച്ച് ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ ഈ പ്രദേശം കൃത്യമായിട്ട് അറിയാവുന്ന, ഇവിടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടുള്ള, അതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ നാട്ടുകാർ തന്നെ ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരുപക്ഷെ ഇത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തെരച്ചിൽ സമീപകാലത്തൊന്നും, അല്ലെങ്കിൽ ഇതുവരെ ഇത്തരത്തിലൊരു ജനകീയ തെരച്ചിലൊന്നും ഒരു മേഖലയിലും നടന്നിട്ടില്ല. പല ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പല തരത്തിലുള്ള ദുരന്തങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവിടങ്ങളൊന്നും ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളൊക്കെ തന്നെ നേരിട്ട് ഇത്തരത്തിൽ വലിയ ജനകീയമായിട്ടുള്ള ഒരു തെരച്ചിൽ എന്ന പേരിൽ അത്തരത്തിലുള്ള തെരച്ചിലുകളൊന്നും നടന്നിട്ടില്ല. കാരണം സാധാരണഗതിയിൽ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ സേനാംഗങ്ങളും ഒക്കെ തന്നെയാണ് ഈ തെരച്ചിലുകൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത്രയും അധികം ആളുകളെ കാണാതായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ, ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, ജനപ്രതിനിധികളെ, ഇവിടെ ഇപ്പോൾ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന വിവിധ സേനാ വിഭാഗങ്ങളെ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ജനകീയ തെരച്ചിൽ നടത്തുന്നത്. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത്രയും അധികം ആളുകളെ കാണാതാകുന്നു, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കൂടി തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം ഈ ഇത്രയും അധികം സ്ഥലത്ത് ഈ 11 ദിവസമായിട്ട് സാധ്യമായ രീതിയിലൊക്കെ നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇനിയും കണ്ടെത്താനുള്ളത് 131 പേരെയാണ്. അപ്പോൾ പരമാവധി ഈ ബന്ധുക്കളെ തന്നെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഈ സ്ഥലം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ തന്നെ ഈ തെരച്ചിൽ നടത്താൻ നേതൃത്വം നൽകുന്നു, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ ഇനി ആരും മനുഷ്യജീവൻ അവശേഷിക്കുന്നില്ല എന്നുള്ളത്. കാരണം നേരത്തെ തന്നെ റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നേരത്തെ സാങ്കേതിക വിദ്യയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുകയും ആ തെരച്ചിലിൽ ഇവിടെ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പരമാവധി നമുക്ക് സാധ്യമായ രീതിയിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ചും അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ചും, കൂടാതെ മനുഷ്യനെ കൊണ്ട് സാധ്യമായ രീതിയിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ തെരച്ചിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിൽ നിന്നും ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചാലിയാർ തീരങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കണ്ടെടുക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ മുണ്ടക്കൈ, ചൂരൽമല, അതുപോലെ തന്നെ മറ്റ് ഈ മേഖലകളിൽ നിന്നൊന്നും തന്നെ, ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാണാതായ ഒരാളെ പോലും ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇപ്പോൾ ഈ തെരച്ചിലിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഈ ദുരന്ത ഭൂമിയിൽ ഇനി ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നില്ല എന്നുള്ളത് കൂടി. മാത്രമല്ല, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പലരും ഇപ്പോഴും ഈ
മേഖലകളിലേക്ക് വന്നിട്ടില്ല. കാരണം ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക് വന്നിട്ടില്ല. കാരണം അവർ മാനസികമായിട്ട് അതിന് ഓക്കെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് പലരും വീടുകളിലും ഒക്കെ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തും കൂടി ചെയ്യുകയാണ്. കാരണം അവരുടെ പഴയ ഈ ചൂരൽമലയല്ല, അല്ലെങ്കിൽ അവരുടെ മുണ്ടക്കൈയല്ല എന്നുള്ളത് കൂടി അവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഈ മാസ് തെരച്ചിലിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 8 മണിയോടുകൂടി തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിമാരുണ്ടാവും, ജനപ്രതിനിധികളുണ്ടാവും, NDRF ഉണ്ടാവും, ഫയർഫോഴ്സ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ നാട്ടിലെ ആളുകളുണ്ടാവും, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ടാവും. ക്യാമ്പിൽ കഴിയുന്ന 190ഓളം പേരും ഈ തെരച്ചിലിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 131 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഉന്മേഷ, ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ സർക്കാർ അറിയിച്ചിരുന്ന ആ ഒരു സമയക്രമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തെരച്ചിൽ നടക്കാൻ പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്ററിലായിരിക്കും വയനാട്ടിൽ എത്തുക. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? തീർച്ചയായും ഉന്മേഷ്, നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അതൊരു 8 മണി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി അത്തരത്തിൽ 8 മണിയോടുകൂടി നടക്കുന്ന തെരച്ചിൽ, അത് ഷഹദ് സൂചിപ്പിച്ച പോലെ 190 പേർ ആ ക്യാമ്പിലുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് എത്ര ആളുകളാണ് വരുന്നത്, അതിൽ ചില ആളുകൾക്ക് വലിയ മാനസിക വിഷമമുണ്ട്. നമ്മൾ ഇന്നലെ ചില അവിടുത്തെ കൗൺസിലേഴ്സ് ഒക്കെ ആയി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് പലരും ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് കഴിയുന്നില്ല. മരവിച്ച മനസ്സുമായാണ് പലരും ആ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ മേഖലയിലുള്ളൂ. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ, സൈന്യം എന്തായാലും പിൻവാങ്ങിയ സ്ഥിതിക്ക് സ്വാഭാവികമായി ഇനി പോലീസും അടക്കമുള്ള സംവിധാനങ്ങളാണ് നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും 190 പേരിൽ ഏതാണ്ട് ഒരു 100-130ഓളം പേർ എന്തായാലും ഈ തിരച്ചിലിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അവരുടെ മുഴുവൻ വസ്തുവകകളും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പലർക്കും വീടുകളിൽ നിന്ന് ആളുകൾ നഷ്ടപ്പെട്ടു, വീടുകൾ പൂർണ്ണമായി ഇല്ലാതായി. അങ്ങനെ ഒരു ദുരന്ത ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ശ്മശാന ഭൂമിക്ക് സമാനമാണ് വളരെ മനോഹരമായ ഒരു പ്രദേശം. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ, അല്ലെങ്കിൽ ടൂറിസം ഭൂപടത്തിലൊക്കെ അടയാളപ്പെടുത്തിയ ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ ആ ഒരു അവസ്ഥയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം പോലും ആ മേഖലയിൽ കാണുന്നില്ല. ഇന്നലെ ഞാൻ ആ പ്രദേശത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ഒരാൾ ആ പ്രദേശത്ത് വന്നിരുന്നു. സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ വീഡിയോയാണ്. അത് എവിടെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഏതാണ്ട് ചൂണ്ടിക്കാണിച്ചു തന്നു. പക്ഷെ അവിടെ ഇപ്പോൾ പാറക്കഷ്ണങ്ങൾ വന്ന് അടിഞ്ഞ നിലയിലാണുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ആ മേഖലയിൽ ഈ ഒരു ഉരുൾപൊട്ടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ആ മേഖലയിൽ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2 വ്യോമസേനയുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ അത് വീണ്ടും തുടരാൻ തന്നെയുള്ളൊരു തീരുമാനം ഉണ്ട്. അത് സൺറൈസ് വാലിയിലടക്കം അത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 8 മണി എന്നൊരു സമയക്രമമുണ്ട്. അത് ഇനി കൂടുതലാകുമോ വൈകുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. സന്നദ്ധ പ്രവർത്തകരെ അവർ കൂടുതലായി ഇങ്ങോട്ട് ഇന്ന് ഒരുപക്ഷെ എത്തിച്ചേരാൻ സാധ്യതയില്ല. കാരണം ഇവരാണ് ഇന്ന് പൂർണ്ണമായ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായി സന്നദ്ധ പ്രവർത്തകർ എന്തായാലും കൂടുതലായി എത്തിച്ചേരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ നേരിട്ട് നമ്മൾ കാണുന്നത് CPIയുടെയും അതുപോലെ തന്നെ AYFന്റെയും ഒക്കെ പ്രവർത്തകർ, DYFയുടെ പ്രവർത്തകരൊക്കെ പല മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി ഈ തിരച്ചിൽ ആരംഭിക്കും. അതിൽ മന്ത്രിമാരുണ്ടാകും, അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികൾ ഉണ്ടാകും, സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് നേരത്തെ ഷാഹ് സൂചിപ്പിച്ച പോലെ തന്നെ അത് ബോധ്യപ്പെടണം. ഈ മേഖലയിൽ പലരും ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ട് കുറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾക്ക് ഇങ്ങോട്ട് വരണം, ഈ പ്രദേശം ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ആ ഒരു പറച്ചിലിന്റെ ഭാഗം കൂടിയാണ്. വേണം നിങ്ങൾ അവിടെ വന്ന് അത് കണ്ട് ബോധ്യപ്പെടണം. അതിനുശേഷം പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിനാവശ്യമായ നടപടികളിലൊക്കെ സർക്കാർ കടക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ അത് ഒരുപക്ഷെ നീണ്ടുപോകാൻ, ഒരു 11 മണി എന്നൊരു സമയക്രമമായിരുന്നു അവസാനം പറഞ്ഞിരുന്നത്. അതൊരുപക്ഷെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊരു ഉച്ചവരെയൊക്കെ തുടരും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശരി ശ്രീജിത്തിലേക്ക് എത്താം. ഏതായാലും ജനകീയ തെരച്ചിൽ 8 മണിയോടെ ആരംഭിക്കുമെന്നാണ് ശ്രീജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.